ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു അറിവ് നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തിലാണല്ലോ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒരു നല്ല അറിവ് എവിടുന്നെങ്കിലും കിട്ടുമോ എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളെല്ലാവരും തന്നെ എല്ലാ ക്ലാസ്സിലും കഴിയുന്നത്ര പങ്കെടുക്കാൻ ശ്രമിക്കുന്നതും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും. ഒരു വിശ്വാസിയായിക്കൊണ്ട് നമ്മൾ വിജ്ഞാനം നേടിയെടുക്കുന്നതിന്റെ ആവശ്യകത ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മളെ ഈ കൂടിയിരുത്തത്തെ ഒരു സൽക്കർമ്മമായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിജ്ഞാനത്തെ അല്ലെങ്കിൽ അറിവിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു മതമാണ് നമ്മുടെ ഇസ്ലാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നല്ല വിശുദ്ധ ഖുർആനിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് നീ വായിക്കുക എന്നുള്ളത്, അതായത് സൂറ അലക്കിലെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യം. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. അതായത് അള്ളാഹു എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെട്ടത് ആദ്യമായിട്ട് എന്താണ്? നീ വായിക്കുക. അത് വിജ്ഞാനം, അറിവ് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ആദ്യമായിട്ട് മനുഷ്യരോട് ആവശ്യപ്പെട്ടത്. നമ്മൾ ഈ അറിവുകളൊക്കെ തന്നെ ഏറ്റവും അറിവിന്റെ ഒക്കെ പാരമ്യത എന്ന് പറഞ്ഞാല് അത് അള്ളാഹുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുക, അറിയുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഓരോ അറിവ് കിട്ടുന്ന ഇടങ്ങളിലൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ കണ്ണും മനസ്സും അവിടേക്ക് തിരിക്കുന്നത്. മതവിഷയങ്ങളിലും അല്ലാതെയും ഒക്കെയുള്ള അറിവുകൾ ഇന്ന് ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാണ്, അല്ലെ? വിജ്ഞാനം ഇപ്പോൾ വിരൽത്തുമ്പിലാണ്. നമ്മളൊക്കെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് ഈ വിവര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും പിന്നെ നൂതനമായ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ അറിവുകളൊക്കെ തന്നെ ഇപ്പോൾ നേടുന്നത്. മതവിഷയങ്ങളിൽ അറിവ് നേടുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബാധ്യതയാണ്. അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണെങ്കിലോ അതാണെങ്കിൽ അതും മതപരമായ ഒരു അറിവുകൾ തന്നെയാണ്. ഈ മതപരമായ അറിവുകൾ കിട്ടുക എന്നുള്ളത് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് നമുക്ക് സാധ്യമാക്കുന്നത്. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ വിജയം എന്നത് അള്ളാഹുവിനെ കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുക എന്നുള്ളതിലാണ്. ഈ ഒരു കാര്യം നമുക്ക് സാധ്യമാവണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ പറ്റി കൂടുതൽ അറിയണം. അള്ളാഹു നമ്മളോട് എന്താണ് കൽപ്പിച്ചത് എന്ന് അറിയണം. അള്ളാഹു കൽപ്പിച്ചത് സ്വീകരിക്കുകയും പിന്നെ അള്ളാഹു പറഞ്ഞതുപോലെ അനുസരിക്കുകയും അള്ളാഹു എന്തിൽ നിന്നാണ് നമ്മളെ വിലക്കിയത് അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആത്യന്തികമായ വിജയം ഉണ്ടാകുന്നത്. ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുകയും കൂടുതൽ പഠിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും പലരും ഭൗതിക വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. അപ്പോ അതിന്റെ കൂടെ തന്നെ മതവിദ്യാഭ്യാസവും തുല്യമോ അതിൽ കൂടുതലോ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്.
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം എന്ന് പറഞ്ഞാല് അവര് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നേടി മതവിദ്യാഭ്യാസത്തിൽ യാതൊരു പ്രാധാന്യം നൽകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾക്ക് ഇഹവും പരവും നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. ചിലപ്പോ ഇഹലോകത്ത് ചിലപ്പോ ചില ഗുണങ്ങളൊക്കെ ഉണ്ടായി ഇരിക്കാം. പക്ഷെ ആത്യന്തികമായി നോക്കുകയാണെങ്കിൽ പരലോകത്ത് വെറും നഷ്ടം മാത്രമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ, അള്ളാഹു വല്ലവന് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ദീനിൽ അറിവുള്ളവനാകും. അതുപോലെ തന്നെ സൂറ അസ്-സുമറിൽ 9-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, പറയുക അറിവുള്ളവരും ഇല്ലാത്തവരും സമമാകുമോ? ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൂറ മുജാദിലയിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അതായത് അറിവുള്ളവരും അറിവില്ലാത്തവരും എന്താവില്ല, തുല്യരാവില്ല. അറിവുള്ളവരെ അള്ളാഹു പല പടികളായിട്ട് ഉയർച്ചയിലേക്ക് നയിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജ്ഞാനം നേടുന്നതിന്റെയും അതിന്റെ ആവശ്യകതകളെയും കുറിച്ച് പല ഹദീസുകളായി നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ വിജ്ഞാനം നേടുക, അതായത് അറിവ് സമ്പാദിക്കുക എന്നുള്ളത് അത്ര എളുപ്പം ആയ കാര്യമായിരുന്നില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടില് സ്ത്രീകളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വെറും ഓത്തുപള്ളിയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോ നമ്മുടെ പെൺകുട്ടികളൊക്കെ തന്നെ ഏറ്റവും ഉന്നതമായ കലാശാലകളിൽ പഠനം നടത്തുകയും ഭൗതിക വിദ്യാഭ്യാസം നേടുകയും ചെയ്യുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് അതത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്കിപ്പോ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട്. പണ്ടത്തെ ആളുകളെ പോലെ ഏതെങ്കിലും ഗുരുമുഖത്ത് നിന്ന് കേട്ട് പഠിക്കേണ്ട ആവശ്യകത തന്നെയില്ല. എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോഴും വിജ്ഞാനം നമുക്ക് കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിന്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ വിജ്ഞാനത്തിന്റെ മാർഗത്തിലായിക്കൊണ്ട് ഇരിക്കുന്ന അവസരത്തോളം ഒരാള് സ്വർഗത്തിന്റെ പാതയിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയവും അധ്വാനവും നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്, അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന കാലത്തോളം നമ്മളെ സമയം, ധനവും ആരോഗ്യവും എല്ലാം ഒരു പുണ്യകർമ്മമായിട്ട് നമുക്ക് രേഖപ്പെടുത്തപ്പെടും. ഇന്ന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എല്ലാ അറിവും ഫോണിലൂടെ നമുക്ക് ലഭ്യമാണ്. എന്നിട്ട് പോലും ഒരാൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല എങ്കിൽ അത്രമാത്രം ബുദ്ധിശൂന്യതയാണല്ലേ. വെറുതെ സമയം പാഴാക്കാതെ അറിവ് നേടാൻ വേണ്ടി നമ്മളെ ഒഴിവ് സമയങ്ങൾ കൂടുതലും ഉപയോഗപ്പെടുത്തുന്നവരാണ് ആര്? ബുദ്ധിമാന്മാർ. അത്തരക്കാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബറിൽ പോലും നമുക്ക് കിട്ടുന്ന ഉപകാരമാണ് എന്ത്? നമ്മൾക്ക് ഉപകാരപ്രദമായ അറിവ് എന്നുള്ളത് നമ്മളെ ഖബറിലേക്ക് പോലും നമുക്ക് കിട്ടുന്ന, പകർന്നു നൽകുന്ന അനുഗ്രഹമാണ്. നമ്മൾ ഒരു കാര്യം ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ആ അറിവ് പകർന്നു കൊടുക്കുന്ന ആള് എന്ന് പറഞ്ഞാല് നിരന്തരം ഈ അള്ളാഹുവിനെ അത് കർമ്മങ്ങൾ ആരാധനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരെക്കാൾ അറിവ് പകർന്നു കൊടുക്കുന്നവർക്ക് പ്രാധാന്യമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അറിവുള്ളവർ ആരാധന മുടക്കുക എന്നുള്ളതല്ല, ആരാധന ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതിൽ നമ്മളെല്ലാവരും തന്നെ, അറിയുന്ന ആളുകളൊക്കെ തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. നമുക്കിപ്പോ തന്നെ നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അല്ലെ. ഒരു പണ്ഡിതൻ അവരുടെ അറിവ് പങ്കുവെക്കാനായി പുസ്തകം എഴുതുകയാണെങ്കിൽ അയാളുടെ മരണശേഷം ആ പുസ്തകം വായിക്കുന്നിടത്തോളം കാലം അയാൾക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇന്നിപ്പോ തന്നെ പുസ്തകം എഴുതാൻ മാത്രമല്ല പലതരം മാർഗങ്ങൾ നമുക്ക്
ഉപയോഗപ്പെടുത്താം. അതിലൊരു മാർഗ്ഗമാണ് നമ്മളിപ്പോ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പല സോഷ്യൽ മീഡിയകൾ വഴി നമുക്ക് പല അറിവുകൾ വന്ന് കിട്ടുന്നുണ്ട്. പലതരം പ്രസംഗങ്ങള്, വീഡിയോകള്, അല്ലെ, പോസ്റ്റുകള്, ഇതൊക്കെ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അറിവുകൾ സമ്പാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമുകളൊക്കെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാൻ വേണ്ടി, നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാം ഒരു നല്ലൊരു പോസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അത് ആരൊക്കെ എത്ര കാലം വായിക്കുന്നോ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ ഒന്ന് ഓർത്താക്കിയത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിശ്ചയം അള്ളാഹുവിന്റെ മലക്കുകളും ആകാശഭൂമിയിലുള്ളവരും മാളത്തിലെ ഉറുമ്പും മത്സ്യവും കൂടി ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അത്രയ്ക്ക്, അതായത് അത്രയും ജീവജാലങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കാരണക്കാരാവുക, അതായത് പ്രാർത്ഥന നമുക്ക് കിട്ടുക എന്നുള്ളത് എത്രത്തോളം നല്ലൊരു കാര്യമാണ് അല്ലേ? അപ്പൊ കൊടുക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഈ തരം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ്. അതിനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് അതില് പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത്. അതിലൂടെ നമ്മൾ ഇപ്പൊ കിട്ടിയ അറിവ് നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ അറിവ് വർദ്ധിക്കുകയും ചെയ്യും, നമ്മളെ പുണ്യങ്ങളും ഇതിലൂടെ വർദ്ധിക്കുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ സൂറ ആൽ ഇംറാനിലെ 18-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. താനല്ലാതെ ഒരു ദൈവം ഇല്ലെന്നതിന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, മലക്കുകളും അറിവുള്ളവരും അതിന് സാക്ഷികളാകുന്നു. അവൻ നീതി നിർവഹിക്കുന്നവനത്രേ, അവനല്ലാതെ ദൈവമില്ല. പ്രതാപിയും യുക്തിമാനുമാകുന്നത്രേ അവൻ. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, കൂട്ടത്തില് മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ആരെ? അറിവുള്ളവരെ. അതായത് അറിവുള്ളവരാണ് എന്ത് സമ്മതിക്കുക, അള്ളാഹു അല്ലാതെ ആരാധനക്കറിയാൻ മറ്റാരും ഇല്ലെന്ന് അറിവുള്ളവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സമ്മതിക്കുള്ളൂ. അപ്പൊ ഈ മലക്കുകളുടെ ഒക്കെ ഒരു കൂടെ തന്നെയാണ് അറിവുള്ളവരെ അള്ളാഹു ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ നമ്മൾ അറിവ് സമ്പാദിക്കുന്നതിന്റെയും ആവശ്യകത നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. ഇസ്ലാമിക വീക്ഷണത്തിൽ അറിവ് എന്നതൊരു വെറും ഒരു വിവര ശേഖരണമല്ല, കുറെ വിവരങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതല്ല. അത് നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിരിക്കണം നമുക്ക് കിട്ടുന്ന അറിവ് ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരു വിശ്വാസിക്ക് അറിവ് നൽകപ്പെട്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള അറിവ്, അതായത് പിന്നെ ഇസ്ലാമിന് പിന്നെ നമ്മുടെ മതത്തിൽ അറിവ് നൽകപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ബാധ്യതകൾ, നമുക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബാധ്യതയുണ്ട്. അതായത് നമ്മൾ ആദ്യം അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇൽമ് അമലാക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് ജീവിതത്തിൽ പകർത്തുക. പ്രവർത്തിക്കാത്ത അറിവിനെ പ്രവാചകൻ ഉപമിച്ചത് ഫലം നൽകാത്ത ഒരു മരത്തോടാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് ഒരു വിശ്വാസി വിജയിക്കുന്നത്. ആ പിന്നെ മാറ്റം മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ഒരു അറിവ് നൽകപ്പെടുക എന്നുള്ളതിനോട് നമ്മൾ നീതി പാലിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. അതായത് ദാവത്ത്, നമ്മൾ പിന്നെ കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്തുനിന്ന് ഒരു വചനമെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതായത് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്ത്, നമുക്ക് എന്തെങ്കിലും ഒരു വചനം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് കാണുകയും വേണം, നമ്മളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം. ഇനി ഒരു ആൾക്ക് അറിവ് കിട്ടി എന്ന് അയാൾ മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്, അത് ഉപയോഗിച്ചിട്ട്
സമൂഹത്തിൽ സത്യവും നീതിയും പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടത്. ഈ അറിവ് നൽകപ്പെട്ട ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അയാൾ വിനയമുള്ള ആളായിരിക്കും. ഞാൻ കൂടുതൽ അറിവുള്ളവനാണ്, പണ്ഡിതനാണ് എന്നുള്ള ഒരു അഹങ്കാരത്തിലല്ല അയാൾ ഉണ്ടായിരിക്കേണ്ടത്. അറിവ് കൂടുമ്പോൾ ഒരു വിശ്വാസി കൂടുതൽ വിനയമുള്ളവനായി മാറണം. അറിവ് അഹങ്കാരത്തിനുള്ള വഴിയാകാൻ പാടില്ല. യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്നവനായിരിക്കണം. അതായത് തഖ്വ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് എന്ത് നമ്മൾ അറിവ് കൂടുക എന്നുള്ളതിനെ കൊണ്ട് അർത്ഥാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല സൂറ ഫാത്തിറിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. അള്ളാഹുവെ ഭയപ്പെടുന്നത് അവന്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. തീർച്ചയായും അള്ളാഹു പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. അതായത് അറിവുള്ളവരാണ് എന്ത് അള്ളാഹുവിനെ ഭയപ്പെടുക. അറിവുള്ളവർ എന്ത് ചെയ്യണം? അവർക്ക് തഖ്വ കൂടുതൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കിട്ടിയ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ കിട്ടിയ അറിവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നിസ്സാരരായി കാണാതെ അവരെയും കൂടി ചേർത്ത് പിടിക്കുകയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി കിട്ടിയ അറിവ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറച്ചു വെക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ആരെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതല്ല, ശരിയ ഇതാണ്, തെറ്റ് ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. സത്യം വിളിച്ച് പറയേണ്ടടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രകടിപ്പിക്കണം, മറച്ചു വെക്കാൻ പാടില്ല. എല്ലാ അറിവും നമുക്കും മറ്റുള്ളവർക്കും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന അറിവിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. നമ്മൾ കിട്ടിയ അറിവ് അത് ശരിയാണോ, അത് ഏറ്റവും നല്ലൊരു സോഴ്സിൽ നിന്നാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുകയും എന്നാൽ മാത്രമേ നമ്മൾ മറ്റൊരാൾക്കൊരു പകർന്നു കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് തെറ്റായൊരു അറിവ് ആർക്കും പകർത്തി കൊടുക്കാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്നുള്ളത് ഒരു അമാനത്താണല്ലേ. നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതൊരു ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് അതായത് നമ്മളെ അറിവ് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അല്ലെ. നമുക്ക് നൽകപ്പെട്ട ഒരു അറിവിൽ ആത്മാർത്ഥത പുലർത്തുക. കേവലം ജനങ്ങളുടെ അംഗീകാരത്തിനോ പണ്ഡിതൻ എന്ന് വിളിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ അറിവ് സമ്പാദിക്കാൻ പാടില്ല. അങ്ങനെ ഒരു അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇഹലോകത്ത് മാത്രമേ ഗുണപ്രദമാവുകയുള്ളൂ. പരലോകത്ത് അള്ളാഹു അതിന് യാതൊരു വിലയും കൽപ്പിക്കുകയില്ല. എല്ലാ നമ്മൾ കിട്ടുന്ന അറിവ് മുഴുവനും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ പണ്ഡിതന്മാരായ ആളുകളുടെ അടുക്കൽ നിന്ന് നമ്മൾ കൂടുതൽ അറിവ് സമ്പാദിക്കാനും കിട്ടിയ അറിവ് നമ്മൾ നിലനിർത്താനും വേണ്ടി ശ്രമിക്കണം. അതാണ് നമുക്ക് അറിവ് തന്ന് എന്നുള്ളതിന് നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ നമ്മളത് നിലനിർത്താൻ വേണ്ടി കൂടി പരിശ്രമിക്കേണ്ടതുണ്ട്. അറിവ് നിലനിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കൂടുതൽ ആവർത്തിക്കുക. പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ആവർത്തിച്ച് പഠിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ലഭിക്കപ്പെട്ട അറിവ് രേഖപ്പെടുത്തി സൂക്ഷിക്കുക, അതായത് എഴുതി സൂക്ഷിക്കാൻ പറ്റും. അത് വരുന്ന തലമുറക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും പറ്റും. അങ്ങനെ നമുക്ക് കിട്ടിയ അറിവിനോട് ഒരാൾക്ക് എന്ത് കാണിക്കാം? നന്ദി കാണിക്കാം അല്ലെ. അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാ? അത് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും അതിനെ നമ്മൾ കൂടുതൽ അതായത് അറിവ് കൂടുതൽ ആക്കുകയും ചെയ്യും അല്ലെ. കൂടുതൽ അറിവ് സമ്പാദിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യണം അല്ലെ. നമുക്ക് ഇത്രയും അറിവുകൾ വന്നെത്തിയതിനെ പറ്റി. നമുക്ക് കിട്ടാത്ത അറിവുകൾ, അതായത് നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവർക്ക് എത്രയോ ആളുകളുണ്ട് നമ്മളെ പുറത്ത്. നമുക്ക് കിട്ടിയ അറിവുകൾ പോലെ യാതൊരു അറിവും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ അല്ലെ. അപ്പൊ നമുക്ക് എത്രമാത്രം അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ അറിവില്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള സമയം കണ്ടെത്തുക. ഇനി നമുക്ക് കിട്ടിയ അറിവിനെ സംരക്ഷിക്കാനും നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കേണ്ടതുണ്ട്. മറന്നു പോവുക അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ നിരന്തരം
നല്ല ക്ലാസ്സുകളും അതുപോലെ തന്നെ നല്ല വായനയും ഇതിലൊക്കെ പിന്നെ ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ പിന്നെ അവസാന നാളുകൾ അടുക്കുമ്പോൾ അറിവ് ഉയർത്തപ്പെടും അല്ലെ. അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാല് പിന്നെ അറിവുള്ളവരൊക്കെ മരണപ്പെട്ടു പോവുക, പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടു പോവുക, പിന്നെ അറിവില്ലാത്ത നേതാക്കന്മാര് ആ സ്ഥാനം ഏറ്റെടുക്കുക. അപ്പൊ അറിയില്ലാത്ത അവര് നേതൃസ്ഥാനങ്ങളിൽ വന്നു കഴിഞ്ഞാല് അവർ തെറ്റായ വിധികൾ നൽകുകയും പിന്നെ അങ്ങനെ ആളുകളെ തെറ്റിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പൊ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് യഥാർത്ഥ പണ്ഡിതന്മാരെ ആദരിക്കുകയും ചെയ്യണം, അവരിൽ നിന്ന് അറിവ് സമ്പാദിക്കുകയും ചെയ്യണം. പിന്നെ ശരിയായ അറിവ് പ്രചരിപ്പിക്കുന്നതിൽ സജീവമായി പങ്കെടുക്കുക കൂടി ചെയ്യണം. നമുക്ക് കിട്ടിയ അറിവ് മൊത്തം ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിശ്വാസി പിന്നെ യഥാർത്ഥ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ വരുന്ന തലമുറയോട് കൂടി നമുക്ക് എന്തുണ്ട്, ഒരു ബാധ്യത ഉണ്ട് അല്ലെ. ഈ നമ്മളിപ്പം പണ്ഡിതന്മാരൊക്കെ മരണപ്പെട്ടു പോവുകയാണെന്ന് വെക്കുക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പകരക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, പകരക്കാരെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ വരും തലമുറക്ക് ഉതകുന്ന രീതിയിൽ നമ്മളെ മക്കളെ പഠിപ്പിക്കുകയും അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുകയും അതിനുള്ള പിന്നെ നല്ല നല്ല അറിവുകൾ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധ പുലർത്തുകയും ചെയ്യണം. അതായത് നമ്മൾ കുറെ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല, അതായത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുക, കാണാപ്പാഠം ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളതല്ല. നമ്മളെ അള്ളാഹുവിനെ അറിയുക, കൂടുതൽ പ്രപഞ്ചത്തെ മനസ്സിലാക്കുക, അതിലെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ അറിവ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതിന് തെളിവുള്ളത്. അങ്ങനെ തന്നെ പല രീതിയിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനെ കൂടുതൽ ഒരു വിശ്വാസിയുടെ അറിവ് പ്രകടമാക്കേണ്ടത് അവരുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കണം. നമ്മുടെ കുടുംബജീവിതത്തിലായാലും സാമ്പത്തിക ഇടപാടുകളിലായാലും എന്ന് വേണ്ട, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അറിവ് നമുക്കൊരു വ്യക്തതയും സുതാര്യതയും നൽകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തും പരലോകത്തും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതിന്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അറിവുള്ളവര് എന്ത് ചെയ്യണം, അതില് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃകയാവണം. ജീവിതത്തിലെ ലാളിത്യവും ജീവിതത്തിലെ ഉന്നതമായ ആശയങ്ങളുടെ പ്രകടനവും ഒരു വിശ്വാസിയിൽ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പിന്നെ പണ്ട് കാലങ്ങളിലെ നമ്മുടെ മുന്നേ പിന്നെ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ, അവർക്ക് അറിവ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ പരിമിതമായിരുന്നു. എന്നിട്ട് കൂടി അവര് ഇത്തരം പിന്നെ മറ്റുള്ളവർക്ക് അവർക്ക് കിട്ടിയ അറിവ് വെച്ച് അവര് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് അല്ലെ. നമുക്ക് പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങളുണ്ട്, നമുക്ക് വിദ്യ അഭ്യസിക്കാനുള്ള അവസരങ്ങളുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമുക്ക് പിന്നെ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, ഒരു പിന്നെ വീട്ടമ്മ ആയിക്കഴിഞ്ഞാലൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, പിന്നെ വേറൊരു കാര്യം ചെയ്യില്ല, വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു പിന്നെ കാര്യത്തിലാണ് മുഴുകിയിരിക്കുക. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നമ്മളൊക്കെ തന്നെ വീട്ടമ്മയായിക്കൊണ്ട് തന്നെ പലവിധ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുകയും അറിവ് സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾക്ക് നമുക്ക് പിന്നെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെയും നമ്മുടെ പിന്നെ വരുന്ന തലമുറയെയും അതുപോലെ തന്നെ നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെയും പിന്നെ നമുക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് പ്രവർത്തിക്കുകയും അത് മനസ്സിലാക്കി ജീവിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്താ നമ്മുടെ സമൂഹത്തിന് അതൊരു വലിയ ഗുണമാവും. കഴിഞ്ഞ തലമുറയിലെ പോലെ തന്നെ അവര് എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് ഈ ഒരു നിലയിൽ, അതായത് പല ഷിർക്കിന്റെയും ബിദഅത്തിന്റെയും ഒരു പിന്നെ കൂട്ടത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഷിർക്കും ബിദഅത്തൊന്നും ചെയ്യാത്ത
അള്ളാഹുവിന്റെ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി അവര് വളരെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. ആ ഒരു ത്യാഗത്തിന്റെ ഗുണഫലമായിട്ടാണ് നമ്മളൊക്കെ തന്നെ ഇന്ന് ഇങ്ങനെയുള്ള ഒരു അറിവിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ അത് നമ്മൾ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും തന്നെ ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാരും തന്നെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ പല പല സംഘടനകളും ഉണ്ട്, പല പല ആളുകള് പല സംഘടനകളും ആയിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ ഇതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനകള് പോകെ പോകെ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുകയും പ്രവർത്തകർ കൂടുകയും ചെയ്തപ്പോ അവരെന്തിനു വേണ്ടി ആണോ അവർ ആ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത് അതിൽ നിന്നൊക്കെ വ്യതിരിച്ച് പോകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മൾ തൗഹീദിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമുക്ക് കിട്ടുന്ന അറിവുകള് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ ഇത്രത്തോളം പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പാലിക്കേണ്ട ഒരിടമാണെന്ത്? അറിവ് കിട്ടുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ അറിവ് മറച്ചു വെക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത് ശിക്ഷക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് കിട്ടുന്ന അറിവ് എന്ത് ചെയ്യണം? നമ്മൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വളരെയധികം നിവേദനം ചെയ്യുന്നുണ്ട് ഞാനെന്ന്. പക്ഷെ എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീങ്ങിയത് എന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു ആയത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യില്ലായിരുന്നു? ഒരു വാക്ക് പോലും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കില്ലായിരുന്നു അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, അത് മറച്ചു വെക്കാൻ പാടില്ല. അതായത് സൂറ ബഖറയിലെ 189 ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിന് ശേഷം മറച്ചു വെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്, ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ് അല്ലെ. 189 ആയത്ത്. അത് കേട്ടതിന് ശേഷമാണെന്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂടുതൽ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് എത്തിപ്പെട്ട അറിവ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതിലുപരിയായിക്കൊണ്ട് നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങൾ പഠിക്കാനും വേണ്ടി ശ്രമിക്കേണ്ടതുമാണ്. അപ്പോ നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പൂർവികര് എത്രത്തോളം ഉത്തരവാദിത്തത്തോടു കൂടിയാണ് അവർക്ക് നൽകപ്പെട്ട അറിവിനെ ഉപയോഗപ്പെടുത്തിയതെന്നല്ലേ. പണ്ട് കാലങ്ങളിൽ ആളുകള് ഒരു മാസത്തോളൊക്കെ സഞ്ചരിച്ചിട്ടാണ് ഒരു ഹദീസൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസത്തോളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് അത്രത്തോളം ഒന്നും ബുദ്ധിമുട്ടില്ല നമുക്ക് അറിവ് നേടാൻ വേണ്ടിയിട്ട്. ഏതൊരു കാര്യത്തിനും നമുക്ക് അറിയണമെങ്കിൽ നമ്മളൊന്ന് വെറുതെ നമ്മളെ വിരലൊന്ന് ചലിപ്പിച്ചാൽ മാത്രം മതി, അത് നമ്മളൊന്ന് മനസ്സിലാക്കി ചിന്തിച്ചാൽ മാത്രം മതി. അപ്പൊ ഇത്രയൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ട് കൂടി നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് ആരുടെ പോരായ്മയാണ്? നമ്മുടെ മാത്രം പോരായ്മയാണ്. നമ്മൾ അതിനൊക്കെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും അനുഗ്രഹമായ ഈ അറിവ് സമ്പാദിക്കാനും അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب زدنا علما نافعا ورزقا طيبا وعملا متقبلا. യുദ്ധത്തിന്റെ ഭീകരത കൊണ്ടും എല്ലാവിധ ബുദ്ധിമുട്ടുകളും കൊണ്ടും ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും അള്ളാഹു അവന്റെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മളെല്ലാവരെയും തന്നെ
അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരാകട്ടെ. അസ്സലാമു